അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻസും ഭയങ്കര ഒരു കോൺട്രഡിക്ഷൻസും ഉള്ള ടോപ്പിക്കാണ്. എൻ്റെ കേസിൽ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് മറ്റേ നീ ഇത് ഉണ്ടാവും എന്താണ് ഇങ്ങനെ പറയണെന്നുള്ളത് പിന്നെ അത് ക്ലിയർ ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കണില്ല, കാര്യം ഒന്നും ഫൈനലൈസ് ആയിട്ടില്ല. ഞാനിപ്പോഴും അതിന്റെ പ്രോസസ്സിങ്ങിലും അതിന്റെ ഇതിലും നടക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക എന്തിനാണ് ഇത്ര ഒരു ഇങ്ങനെ കോൺട്രഡിക്ഷൻ ഉണ്ടാക്കണത്, എന്തിനാണ് ഇത്ര ഒരു സസ്പെൻസിൽ വെക്കണേന്നുള്ളത്. അപ്പം എന്താ പറയാ, അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിനൊരു ബിൽഡപ്പ് കൊടുക്കണത് അല്ലെങ്കിൽ ഇതിനൊരു ഇത് കൊടുക്കണതെന്ന് അറിയണമെങ്കിൽ ഞാനിപ്പൊ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എന്തോപ്പം ഞാൻ ഇനി പറയാൻ പോണ കാര്യം നിങ്ങൾ സൂക്ഷിച്ച് കേൾക്കണം. ഡിസ്ക്ലൈമർ. ഞാനിനി ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ കുറേ നാളായി യൂട്യൂബിന് വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തിട്ട് 2 വീക്സോളായി ഞാൻ നോക്കിയിരുന്നു. അപ്പം 2 ആഴ്ചയായപ്പം ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ തിരക്ക് തന്നെയായിരുന്നു, അപ്പം എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്താ പറയാ ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കണം. എല്ലാവരും എല്ലാ കാര്യങ്ങളുമായിട്ട് സൂപ്പറായിട്ട് പോകുന്നു വിശ്വസിക്കണം. സോ ഞാൻ വന്നിട്ടുള്ളത് ഒരു ടോക്കിംഗ് വീഡിയോ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ ലാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു Q&A ആയിരുന്നു. അതും ഈ ഇൻസ്റ്റഗ്രാമില് 1000 ഫോളോവേഴ്സ് ആയതിന്റെ ബേസിലായിട്ട് Q&A ആണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അത് ഇതേ കഴിഞ്ഞിട്ടില്ലേ എന്നുള്ളത്. ഇത് ലാസ്റ്റ് വീഡിയോ ആണ് സെയിം കണ്ടന്റിന്റെ. ഈ വീഡിയോ കൂടി അവസാനിക്കുന്നതാണ്. ആരും എന്താ പറയാ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം എന്താണ്, അപ്പൊ ഇതിന്റെ ഈ ഒരു Q&A ഇതില് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പൊ കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ എന്ന് പറയണത്, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻസും ഭയങ്കര ഒരു കോൺട്രഡിക്ഷൻസും ഉള്ള ടോപ്പിക്കാണ് എൻ്റെ കേസിൽ. അപ്പം എല്ലാവരും നമുക്ക് മെസ്സേജ് അയക്കുമല്ലോ. മെസ്സേജ് അയക്കുമ്പം ഫസ്റ്റ് ഞാൻ ഹായ് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യണത് അല്ലെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയും ഞാനൊന്നും ചെയ്യണില്ല. അപ്പൊ തന്നെ ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞേ ഒന്നും ചെയ്യണില്ലേ, അതെന്താ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് മറ്റേ നീ അപ്പൊ ഒരാൾക്കും ഞാൻ ഭയങ്കര ദേഷ്യത്തിൽ പറയാം ഞാൻ ഒന്നും ചെയ്യണല്ലോ അങ്ങനെ. അപ്പൊ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണമെന്നല്ല ചോദിക്കണത്, എന്താണ് എന്റെ പ്രൊഫഷനാണോ അല്ലെങ്കിൽ പഠിക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ പറയാം അത് തന്നെ പറഞ്ഞത് ഞാനൊന്നും ചെയ്യണില്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഭയങ്കര സംശയമാണ് എന്തെക്കൂട്ടി ഒന്നും ചെയ്യാത്തത് എന്നുള്ളത്. അങ്ങനെ കേൾക്കലേ കുറവാണ്. നമ്മളൊക്കെ അങ്ങനെ റെസ്റ്റ് എടുക്കണ പീരീഡ് ഇല്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, നീ പഠിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്യണം, അങ്ങനെ ചെയ്തോണ്ടിരിക്കണല്ലോ. അപ്പൊ എന്താ ചെയ്യാത്തതെന്ന് ഇങ്ങനെ ചോദിക്കണേക്കാം. അപ്പൊ അതെന്ന് പറയണത് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ഇത് ഉണ്ടാവും എന്താണ് ഇങ്ങനെ പറയണെന്നുള്ളത് പിന്നെ അത് ക്ലിയർ ആക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ മെയിൻ ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്ലാൻസ് എന്നായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര എന്താ പറയാ കുറെ പറയാനുള്ള ഒരു ടോപ്പിക്കാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ സെയിം ടോപ്പിക്കിൽ പറയാന്നുള്ളതുകൊണ്ട് ഞാൻ ആ വീഡിയോ അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നു. അപ്പം ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടികൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ പറയാ നമുക്കൊരിക്കലും ആർക്കായാലും നമ്മൾ എത്ര ഷുവറാണെങ്കിലും ഞാൻ ഇതാണ് ചെയ്യാൻ പോണത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നമ്മളൊന്ന് പ്ലാൻ ചെയ്യും വേറെയാണ് നടക്കുന്നത്. അങ്ങനെയാണ് നമ്മളുടെ ലൈഫ് കുറെ ആയിട്ട് ഇപ്പൊ എൻ്റെ ലൈഫൊക്കെ. അപ്പം ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല ഞാൻ ഇതാണ് ചെയ്യാൻ പോണത് എന്നുള്ളത്. അപ്പൊ ഈ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന സെൻസിൽ തന്നെ പറയാനാണെങ്കിൽ ഞാനിപ്പോ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കണില്ല, കാര്യം ഒന്നും ഫൈനലൈസ് ആയിട്ടില്ല. ഞാനിപ്പോഴും അതിന്റെ പ്രോസസ്സിങ്ങിലും അതിന്റെ ഇതിലും നടക്കുകയാണ്. അപ്പൊ എല്ലാം ഒന്ന് ഫൈനലൈസ് ആയിട്ട് ഞാൻ നിങ്ങളോട് എന്താ ചെയ്യാൻ പോണേന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് എല്ലാം ഓക്കെ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയാം. കാര്യം നമ്മളിപ്പോ പറഞ്ഞിട്ട് അതിപ്പം നടന്നില്ലെങ്കിൽ അത് പിന്നെ ഭയങ്കര ഒരു വെറുതെ പറഞ്ഞ പോലെ. അപ്പം എല്ലാം ഓക്കെ ആയിട്ട് എനിക്ക് ഫൈനലൈസ് ആയിട്ട് തോന്നി, ഫൈനലൈസ് ആണ് എന്നുള്ളത് എനിക്ക് ഓക്കെ ആവുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആലോചിക്കുക എന്തിനാണ് ഇത്ര ഒരു
ഇങ്ങനെ കോൺട്രഡിക്ഷൻ ഉണ്ടാക്കണത്, എന്തിനാണ് ഇത്ര ഒരു സസ്പെൻസിൽ വെക്കണേന്നുള്ളത്. അപ്പം എന്താ പറയാ, അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിനൊരു ബിൽഡപ്പ് കൊടുക്കണത്, അല്ലെങ്കിൽ ഇതിനൊരു ഇത് കൊടുക്കണമെന്ന് അറിയണമെങ്കിൽ ഞാൻ ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണത്, അല്ലെങ്കിൽ ഞാൻ ഇത്ര നാളും എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നറിയണം. അപ്പൊ എന്താ പറയാ, ഇപ്പൊ കറന്റ്ലി ഇപ്പൊ ഞാൻ എന്താ ചെയ്തോണ്ടിരിക്കണെന്ന് വെച്ചാൽ, ഞാനിപ്പോ വീഡിയോ എടുക്കണേന്റെ ഒരു 3 മാസം മുന്നേ, അല്ലെങ്കിൽ ഒരു 4 മാസം മുന്നേ, 4 മാസം കഴിഞ്ഞു 4 മാസം മുന്നേ, ആ ഒരു പീരീഡിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്യണില്ല. പ്രൊഫഷണലി ഒന്നും ചെയ്യണില്ല, ഞാൻ വർക്കിനും പോണില്ല, ഞാൻ വീട്ടിലിരിക്കുകയാണ്, വീഡിയോസ് എടുക്കുകയാണ്, പിന്നെ പുറത്തു പോകും, അങ്ങനെ ഒരു ലൈഫാണ് ഇപ്പൊ ഉള്ളത്. പ്രത്യേകിച്ച് ഒരു ജോലിയും ഇല്ല. ലൈക്ക് യൂട്യൂബ് നോക്കാറുണ്ട്, ഇൻസ്റ്റഗ്രാം നോക്കാറുണ്ട്, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ജോലി. ഞാൻ ഇപ്പം കറന്റ്ലി വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ വെറുതെ ഇരിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ കാരണം, അല്ലെങ്കിൽ ഇത്രയും നാളും ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ അറിയാൻ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോ എൻ്റെ പണ്ടത്തെ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ ഒരു കൊല്ലം 1.5 കൊല്ലമൊക്കെ മുന്നേ എന്നെ ഫോളോ ആണ് ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാണ്ടാവും. ഞാനിത് അങ്ങനെ ആരോടും ഓപ്പൺ ആയിട്ട്, അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര നാളും എന്നുള്ളത്. അപ്പം ആ ഒരു സത്യം ഞാനിവിടെ റിവീൽ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്താണ് ഇത്ര അതിലെന്ന്, എന്താണ് ഈ കുട്ടി ഇത്രയും സസ്പെൻസ് ഇടണെന്നുള്ളത്. അപ്പം ഞാൻ ഇനി പറയാൻ പോണ കാര്യം നിങ്ങൾ സൂക്ഷിച്ച് കേൾക്കണം. ഡിസ്ക്ലൈമർ, ഞാൻ ഇനി പറയാൻ പോണ കാര്യം നിങ്ങൾ സൂക്ഷിച്ച് കേൾക്കണം. അപ്പം എന്താണ്, ഞാൻ 2021 +2 പാസ് ഔട്ട് ആണത്. അതിപ്പം ഓൾമോസ്റ്റ് 4 years ആയി. 22, 23, 24, 25 ആവാറായി. അപ്പൊ 4 years ആയി. അപ്പൊ അത് കഴിഞ്ഞ് 2021, 2022, 2023, 2024 ഈ 4 നീറ്റ് എൻട്രൻസ് എക്സാമിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യായിരുന്നു ഞാൻ ഈ 3 കൊല്ലം. ഒരു കൊല്ലം നമ്മൾ +2 കഴിഞ്ഞ പാടെ എഴുതണതാണ്, റിപ്പീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം 3 കൊല്ലം ഞാൻ നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യായിരുന്നു. നീറ്റ് എന്ന് പറയണത് മെഡിക്കൽ എൻട്രൻസ് എക്സാം. എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. മെഡിക്കൽ ഫീൽഡിലേക്ക് നമുക്കൊരു എൻട്രൻസ് വഴിയാണ് കയറാൻ പറ്റുക. അപ്പം BBS ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, യുനാനി, അങ്ങനെ കുറേ യുനാനി ഇതുണ്ടാവും എനിക്കറിയില്ല. MBBS, BDS, പിന്നെ ഈ വെറ്റിനറി, BAMS അങ്ങനെയൊക്കെ എല്ലാത്തിനും നമ്മൾ നീറ്റ് വഴിയാണ് കയറണം. അപ്പം ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് എക്സാമും കഴിഞ്ഞു. എനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മാർക്കല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും പ്രൊസീഡ് ചെയ്യാണ്ടേ നിൽക്കുകയാണ്. 2024 നീറ്റ് എല്ലാവർക്കും അറിയാം, ഭയങ്കര കോൺട്രാഡിക്ഷൻസ് ഉണ്ടാക്കിയ നീറ്റാണ്. അങ്ങനത്തെ കുറച്ച് വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് മാർക്കിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നൊന്നും നമ്മൾ പ്രൊസീഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 2024 മെയിലാണ് എക്സാം കഴിഞ്ഞത്. അപ്പൊ തൊട്ട് ഞാൻ വെറുതെ ഇരിക്കുകയാണ് ഇവിടെ. അപ്പം അതാണ് ഞാൻ ഇപ്പം ഫുള്ളി എന്താ പറയാ, ഒരു നിങ്ങളോട് ഞാൻ പറയാറുള്ളത് ഞാൻ വെറുതെ ഇരിക്കുകയാണെന്നുള്ളത്. അല്ലാതെ ഞാൻ വെറുതെ ഒരു ഇത് പറയല്ല, ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് പറഞ്ഞത് കേട്ടോ.